ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. കേരള മനസ്സാക്ഷിയെ നടുക്കിയ പെരിയ ഇരട്ടക്കൊലക്കേസിൽ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ. CPIM മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 പേർക്ക് 5 വർഷം തടവും കോടതി വിധിച്ചു. കൊച്ചി പ്രത്യേക CBI കോടതിയുടേതാണ് വിധി. 2019 ഫെബ്രുവരി 17 പെരിയ കല്യോട്ട് ഗ്രാമത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലും കൃപേഷും കൊല്ലപ്പെട്ടത്. ഇതിൽ 1 മുതൽ 8, 10, 15 പ്രതികൾക്ക് ജീവപര്യന്തവും പിന്നെ ഓരോ ലക്ഷം രൂപ വീതം 2 സെക്ഷന് 1 ലക്ഷം രൂപ വീതം എന്ന് വെച്ചാൽ 2 ലക്ഷം രൂപ വീതം ഓരോ പ്രതിയും അടയ്ക്കണം. ബാക്കി 14-ാം പ്രതിയും 20 മുതൽ 22 വരെ പ്രതികൾക്കും 5 വർഷം തടവും 10,000 രൂപ ഫൈനും. ഈ പൈസ ഓരോരുത്തരും അടയ്ക്കേണ്ടി വരും. ഈ അടയ്ക്കുന്ന കോമ്പൻസേഷൻ എല്ലാം വിക്ടിംസിൻ്റെ വീട്ടുകാർക്ക് കൊടുക്കാനാണ്, കോമ്പൻസേഷനായിട്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. റെയറസ്റ്റ് ഓഫ് റെയർ കേസിൻ്റെ പെർവ്യൂവിൽ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് കോടതി പരിശോധിച്ചിരുന്നു. കോടതിയുടെ കണ്ടെത്തൽ അത് റെയറസ്റ്റ് ഓഫ് റെയർ കേസിൽ പെർവ്യൂവിൽ വരുന്നില്ല, അതിൻ്റെ ഇതിൽ വരുന്നില്ല അതുകൊണ്ടാണ് ജീവപര്യന്തമായത്. ഇതിൽ 1 മുതൽ 8, 10, 15 പ്രതികൾക്ക് ജീവപര്യന്തവും പിന്നെ ഓരോ ലക്ഷം രൂപ വീതം 2 സെക്ഷന് 1 ലക്ഷം രൂപ വീതം എന്ന് വെച്ചാൽ. എസ് ശ്രീകാന്താണ് വിശദാംശങ്ങളുമായി കൊച്ചി CBI കോടതിയിൽ നിന്ന് ചേരുന്നത്. ശ്രീകാന്ത്, വിധിയുടെ മറ്റു വിവരങ്ങൾ വന്നിട്ടുണ്ടോ? ഇരട്ട ജീവപര്യന്തം എന്നതിന് കോടതി എന്തെങ്കിലും ഒരു കൃത്യമായ നിർദ്ദേശം അതിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? ഇനി അതാണല്ലോ അറിയേണ്ടത് നമുക്ക്. വിജയകുമാർ, വിധിപ്പകർപ്പ് കിട്ടാൻ അല്പസമയം കൂടി എടുക്കും. സ്വാഭാവികമായ നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഈ വിധിപ്പകർപ്പ് നമുക്ക് കൈവശം കിട്ടാനുള്ള സാധ്യതയുള്ളൂ. നിലവിലിപ്പോൾ പ്രതികളെ മറ്റ് കോടതിയിൽ ഇനി നടക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കോടതി ഈ പ്രതികളെ വിടുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കാണ്. അല്പസമയം മുമ്പ് പ്രതിഭാഗം അഭിഭാഷകൻ CK ശ്രീധരൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യം ഇപ്പോൾ കോടതിയിൽ നിന്നും പുറത്തു വന്നിട്ടുള്ള വിധി അതിൻ പ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് അപ്പീൽ പോകും അതിൻ്റെ ഭാഗമായി എന്ന് അദ്ദേഹം പറയുന്നു. 5 വർഷം വരെ തടവ് ശിക്ഷ കിട്ടിയതിനാൽ ഈ KV കുഞ്ഞിരാമൻ MLA അടക്കമുള്ളവർക്ക് ഇനി അപ്പീൽ പോകണമെങ്കിൽ സ്വാഭാവികമായും ശിക്ഷ സസ്പെൻഡ് ചെയ്യില്ല ഈ കീഴ്ക്കോടതിയിൽ. അത് മേൽക്കോടതിയിൽ നിന്നും ശിക്ഷ സസ്പെൻഡ് ചെയ്ത ശേഷം പിന്നീട് അപ്പീൽ പരിഗണിക്കണം എന്നുള്ള രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് പ്രതികളെ ഇന്ന് മാറ്റും, മുഴുവൻ പ്രതികളെയും മാറ്റും എന്നും അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. വിധിയുടെ മറ്റ് വിശദാംശങ്ങൾ, ഈ ഇരട്ട ജീവപര്യന്തത്തിന്മേൽ എന്തെങ്കിലുമൊക്കെ കോടതി അഡീഷണലായി ആഡ് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വിധിപ്പകർപ്പ് വരും വരെ കാത്തിരിക്കണം. അതായത് ഈ പരോൾ അടക്കമുള്ള കാര്യത്തിൽ, ജാമ്യം കൊടുക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ പരോൾ അടക്കമുള്ള കാര്യത്തിലോ എന്തെങ്കിലും കടുത്ത വകുപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ, കടുത്ത നിർദ്ദേശങ്ങളുണ്ടോ എന്നത് അറിയണമെങ്കിൽ അല്പസമയം കൂടി കാത്തിരിക്കണം. എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അട്ടിമറിക്കാൻ ശ്രമിച്ച ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തെ വിശ്വാസമില്ലെന്ന് കൊല്ലപ്പെട്ട ആ യുവാക്കളുടെ കുടുംബം പറഞ്ഞ ആ കേസിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ CBI 2ാം കോടതിയിൽ നിന്നും വിധി വന്നിരിക്കുന്നു. അതിൽ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷയാണ്. അതിൽ കൊലക്കുറ്റത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് 1 മുതൽ 8 വരെയുള്ള പ്രതികൾ. മറ്റ് 2 പേർ 10, 15 പ്രതികൾ ഇതിലെ ഗൂഢാലോചന ഭാഗത്തുള്ള പ്രതികളാണ്. അവർക്കും സമാനമായ ശിക്ഷ തന്നെയാണ് ഈ പ്രത്യേക കോടതി ഇപ്പോൾ വിധിച്ചിട്ടുള്ളത്. 14, 20, 21, 22 പ്രതികൾ 225 IPC പ്രകാരം കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതായത് 2ാം പ്രതി സജി ജോർജിനെ ബലം പ്രയോഗിച്ച് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ചു എന്നുള്ളതാണ് അവർക്കെതിരായി തെളിഞ്ഞിട്ടുള്ള കുറ്റം. അതിലാണ് ഇപ്പോൾ ഈ 5 വർഷത്തെ തടവും 10,000 രൂപ പിഴയും വിധിച്ചിട്ടുള്ളത്. അതായത് പ്രതികൾക്ക് വധശിക്ഷ എന്ന ആവശ്യം പ്രോസിക്യൂഷനും ആ കുടുംബവും മുന്നോട്ട് വെച്ചെങ്കിലും പരമാവധി ശിക്ഷ, വധശിക്ഷയിൽ തൊട്ട് താഴെ നിൽക്കുന്ന ശിക്ഷ കോടതിയിൽ അപൂർവമായ ഒരു കേസാണ് എന്ന പ്രോസിക്യൂഷൻ വാദം കോടതി സ്വീകരിക്കാതിരുന്നതിന്റെ പശ്ചാത്തലം എന്തായിരിക്കും? ഇത് അതിൽ ഈ പറയുന്ന 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് കൊലക്കുറ്റം തെളിഞ്ഞതാണ്, അത് ഗൂഢാലോചന തെളിഞ്ഞതാണ്. അത് തന്നെയുമല്ല, ഈ കൊലപാതകത്തിന് ശേഷം തെളിവ് നശിപ്പിക്കാൻ അവർ നടത്തിയ ശ്രമങ്ങളും തെളിഞ്ഞതാണ്. ഈ മറ്റു 2 പ്രതികളുടെ കാര്യത്തിൽ അവർ ഇതിലെ ഗൂഢാലോചനയിൽ നേരിട്ട് പങ്കെടുത്തു എന്നും തെളിഞ്ഞതാണ്. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കൊലപാതകം എന്ന നിലയിലേക്ക് പ്രോസിക്യൂഷൻ ഇതിനെ കോടതിയിൽ അവതരിപ്പിച്ചെങ്കിലും എന്തുകൊണ്ടായിരിക്കാം കോടതി അതേ നിലയിൽ പരിഗണിക്കാതിരുന്നത്? അതിൻ്റെ അതൊരു വിശദീകരണം പ്രോസിക്യൂട്ടർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു. അത് സംബന്ധിച്ച് കൃത്യമായ പ്രതികരണം വന്നിട്ടില്ല. നേരത്തെ ഹൈബിയുടെ അടക്കം സംസാരിക്കുമ്പോൾ അക്കാര്യം ചൂണ്ടിക്കാണിച്ചതാണ്. അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന രീതിയിൽ അവതരിപ്പിച്ചെങ്കിലും അങ്ങനെ പരിഗണിക്കാൻ കോടതി തയ്യാറായില്ല
എന്നുള്ളതാണ് നേരത്തെ ആ കുടുംബമടക്കം പറഞ്ഞത്. അതിൽ അവർക്ക് അതൃപ്തിയുണ്ട് എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് കോടതി ആ രീതിയിൽ ഈ കേസിനെ പരിഗണിക്കാതിരുന്നത് എന്നറിയണമെങ്കിൽ ആ വിധിപ്പകർപ്പ് കൂടി വരണം വിജയകുമാർ. അതുകൂടി പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാകൂ. പക്ഷേ ശക്തമായ വാദം ഈ പ്രതിഭാഗത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു രാവിലെ. അതായത് ഈ മുൻ സുപ്രീം കോടതി ഹൈക്കോടതി വിധികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ പറഞ്ഞത് അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ല ഇത്, അത്തരത്തിൽ പരിഗണിക്കാവുന്ന കേസല്ല എന്ന് മറ്റനേകം കേസുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ കോടതി മുമ്പാകെ പറയുകയും ചെയ്തു. ഈ ഡൽഹി കൂട്ടബലാത്സംഗ കേസടക്കം അവർ ഇതിന് ഉദ്ധരിച്ച് പറയുകയും ചെയ്തിരുന്നു. ആ ഒരു പശ്ചാത്തലം കൂടി ഇതിൽ ഉണ്ട്. അങ്ങനെ പല കേസുകൾ കണക്കിലെടുത്ത് അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന് പരിഗണിക്കണമെങ്കിൽ അതിൽ വരേണ്ട കാര്യങ്ങളൊക്കെ തന്നെ കോടതിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പ്രതിഭാഗം ഈ അവസാനവട്ടവും വലിയ ശ്രമം നടത്തിയിരുന്നു കുറവ് ശിക്ഷ കിട്ടുന്നതിന് വേണ്ടി. എന്തുകൊണ്ടാണ് കോടതി ആ രീതിയിൽ പരിഗണിക്കാതിരുന്നത് എന്ന് വിധിപ്പകർപ്പ് കൂടി പുറത്തു വരുമ്പോൾ മാത്രമേ മനസ്സിലാകൂ. പക്ഷേ വധശിക്ഷയോളം തന്നെ പോന്ന അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് തൊട്ട് താഴെ നിൽക്കുന്ന ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷയാണ് നിലവിലിപ്പോൾ ഈ പ്രതികൾക്ക് വിധിച്ചിട്ടുള്ളത്. അതിൽ നേരിട്ട് കൃത്യത്തിൽ പങ്കെടുത്ത 1 മുതൽ 8 വരെ പ്രതികൾക്കും അതോടൊപ്പം തന്നെ ഈ കൃത്യത്തിന്റെ ഗൂഢാലോചനയിൽ പങ്കാളികളായ 10-15 പ്രതികൾക്കും ഈ കോടതി വിധിച്ചിട്ടുള്ളത് 2 ലക്ഷം രൂപ പിഴയും അതോടൊപ്പം ഇരട്ട ജീവപര്യന്തവുമാണ്. 14, 20, 21, 22 പ്രതികൾക്ക് വിധിച്ചിട്ടുള്ളത് 5 വർഷം തടവും അതോടൊപ്പം 10,000 രൂപ പിഴയുമാണ്. CPIM-നെ സംബന്ധിച്ച് CPIM പ്രതിരോധത്തിലാവുന്നത് ഒരു കാരണം കൊണ്ടാണ്. കാരണം അവരുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ ഉദുമ MLA-യുമായ KV കുഞ്ഞിരാമൻ ഈ നിഷ്ഠൂരമായ കൊലയ്ക്ക് നേരിട്ട് പങ്കെടുത്ത 2ാം പ്രതി സജി ജോർജിനെ ആ പോലീസിന്റെ പക്കൽ നിന്നും ബലം പ്രയോഗിച്ച് മോചിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് കോടതിയിൽ തെളിഞ്ഞിരിക്കുന്നു. അതായത് ഒരു കൊലക്കേസ് പ്രതിയെ മോചിപ്പിക്കാൻ MLA, ഒരു മുൻ MLA, CPIM-ന്റെ ഉന്നത നേതാവ്, മുതിർന്ന നേതാവ് ശ്രമിച്ചു എന്നുള്ളതാണ് കോടതിയിൽ തെളിഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ 5 വർഷത്തെ ശിക്ഷ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നു. കീഴ്ക്കോടതിയിൽ നിന്നും 3 വർഷത്തെ ശിക്ഷയൊക്കെയാണ് കിട്ടിയിരുന്നതെങ്കിൽ കീഴ്ക്കോടതിയിൽ നിന്നും അദ്ദേഹത്തിന് ജാമ്യം എടുക്കാമായിരുന്നു. അത് ശിക്ഷ സസ്പെൻഡ് ചെയ്ത് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയേനെ. പക്ഷേ ഇവിടെ നിന്നും കിട്ടില്ല നിലവിൽ ആ ഒരു ആനുകൂല്യം. കാരണം 5 വർഷത്തെ ശിക്ഷയാണ് വിധിച്ചിട്ടുള്ളത്. ഇനി മേൽക്കോടതിയിലേക്ക് പോകണം, അവിടെ അപ്പീൽ നൽകാം. ശിക്ഷ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അപ്പീലിന്മേൽ വാദം കേൾക്കണമെന്ന് ആവശ്യപ്പെടാം. അതൊക്കെ കോടതിയാണ് തീരുമാനിക്കേണ്ടത്. CPIM-ന്റെ നേതാക്കളടക്കം ജയിലിലേക്ക് പോകുന്നു. 2 ചെറുപ്പക്കാരെ നിഷ്ഠൂരമായി ഇതിലെ വിധിന്യായത്തിന്റെ പൂർണ്ണരൂപം പുറത്തു വരണം. ഇരട്ട ജീവപര്യന്തം എന്ന കോടതി വിധി, അതിൽ എന്തെങ്കിലും മറ്റ് ക്ലോസുകൾ ആ വിധിയിൽ കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ചില കേസുകളിൽ പരോൾ അനുവദിക്കാതെ ഇത്ര വർഷം, നിശ്ചിത വർഷം കൂടി കോടതി വെക്കാറുണ്ട്. അത്രയും ഏതെങ്കിലും ദീർഘമായ കാലയളവ് അതിൽ സൂചിപ്പിച്ചിട്ടുണ്ടോ എന്നത് അറിയേണ്ടതുണ്ട്. ഇതിൽ ജാമ്യത്തിലുണ്ടായിരുന്ന ചില പ്രതികൾ, അവരുടെ ജാമ്യം ഇതോടെ റദ്ദാക്കപ്പെടുന്നു. അവരിപ്പോൾ ജയിലിലേക്ക് അവരെ മാറ്റുകയാണ്. മേൽക്കോടതിയെ സമീപിക്കേണ്ടവർക്കൊക്കെ പിന്നീട് അതിന് ഉള്ള അവസരമുണ്ടാകും. പക്ഷേ എന്തായാലും ഇപ്പോൾ ഇതിൽ ജാമ്യത്തിലുണ്ടായിരുന്ന ചില പ്രതികൾ, പ്രത്യേകിച്ച് ഇതിൽ ഈ കുറ്റവാളികളെ, നേരത്തെ ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ടുവന്ന പ്രതികളിൽ ചിലരൊക്കെ ജാമ്യത്തിലുണ്ടായിരുന്നു. അവരുടെ ജാമ്യം റദ്ദാക്കപ്പെടുന്നു, അവർ ജയിലിലേക്ക് പോകുന്നു. കൂടുതൽ വിവരങ്ങൾ, വിധിയുടെ കൂടുതൽ വിവരങ്ങൾ, വിധിന്യായത്തിൽ എന്തൊക്കെയാണ് കോടതി വ്യക്തമാക്കുന്നത്, ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്ന പ്രോസിക്യൂഷൻ വാദം എങ്ങനെ അവിടെ നിരാകരിക്കപ്പെട്ടു എന്നതൊക്കെ അല്പസമയത്തിനകം അറിയാൻ കഴിയും. വിധിയോട് അതിവൈകാരികമായാണ് കൊല്ലപ്പെട്ട കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും കുടുംബത്തിൻ്റെ പ്രതികരണം. പൊട്ടിക്കരഞ്ഞാണ് കുടുംബാംഗങ്ങൾ വിധിയുടെ വിവരങ്ങൾ കേട്ടത്. ശിക്ഷ കുറഞ്ഞു പോയെന്നും വധശിക്ഷയാണ് പ്രതീക്ഷിച്ചതെന്നും വിതുമ്പലോടെയായിരുന്നു മാതാപിതാക്കളുടെ പ്രതികരണം. പ്രതികളൊക്കെ കുറ്റം ചെയ്തതാണ്. ഇവരൊക്കെ വധശിക്ഷ കൊടുക്കണമെന്നാണ് ഞാൻ കോടതിയോട് ആവർത്തിച്ചുണ്ടായത്. അത് കിട്ടിയില്ല. പരമാവധി ശിക്ഷ എന്ന് വെച്ചാൽ വധശിക്ഷയാണ് നമ്മൾ ശ്രമിച്ചിരുന്നത്. വധശിക്ഷ കിട്ടിയില്ല. പക്ഷേ ഈ വിധിക്ക് സന്തോഷമാണ്. പക്ഷേ ഇതിൽ MLA-മാർക്കെല്ലാം കിട്ടിയത് ചെറിയ ശിക്ഷയാണ്, 5 വർഷമാണ്. അവർക്കും കൂടി കിട്ടുന്നതാണ്, ജീവപര്യന്തം കിട്ടുന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. പക്ഷെ അത് കിട്ടിയില്ല. തൃപ്തമല്ല എന്ന് പറയാനുള്ള വിധിയല്ല. പക്ഷേ വധശിക്ഷയാണ് നമ്മളെ കുടുംബം ആഗ്രഹിച്ചത്. വധശിക്ഷ കൊടുത്തില്ല. അതുകൊണ്ട് അപ്പോൾ ബാക്കി 5 പേർ MLA തൊട്ട് അവർക്ക് കൊടുത്ത 5 വർഷമാണ്. പക്ഷെ അവരെയും കൂടി ഇതേ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ പാർട്ടിയെ ആലോചിച്ച്, പ്രോസിക്യൂട്ടറെ ആലോചിച്ച് ഞങ്ങൾ മുമ്പോട്ട് പോകും. ഏത് അറ്റം വരെയും പോകാനാണ് നമ്മളെ ആലോചന. പൂർണ്ണ തൃപ്തരല്ല. എന്തായാലും ഞങ്ങൾ പ്രതീക്ഷിച്ച പരമാവധി ശിക്ഷ കിട്ടിയിട്ടില്ല. വധശിക്ഷ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് വധശിക്ഷ കിട്ടും തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഇവർക്ക് ആ തരത്തിലുള്ള കുറ്റാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ ഏട്ടന്മാർ നഷ്ടപ്പെട്ടു. അപ്പോൾ 8 വരെയുള്ള പ്രതികൾക്കെങ്കിലും വധശിക്ഷ ഞങ്ങൾ പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷേ ഇരട്ട ജീവപര്യന്തം ഞങ്ങളുടെ നഷ്ടം അവിടെ നഷ്ടം മാത്രമായിരിക്കുകയാണ് ഇപ്പോഴും.
ഈ ഒരു ശിക്ഷയോടെ ഞങ്ങൾ വിചാരിച്ചത് ഇനി ആർക്കും ഈ ഒരു അവസ്ഥ വരരുതെന്നാണ്. പക്ഷേ ഇരട്ട ജീവപര്യന്തം ഞങ്ങൾ തൃപ്തരല്ല. ഞങ്ങളുടെ പാർട്ടിയോടും പ്രോസിക്യൂട്ടറോടും ആലോചിച്ച് മുന്നോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിക്കും. കല്യോട്ട് നിന്ന് അരുൺ പാറയ്ക്കലും അരുൺ പൂപ്പറമ്പയും കൂടുതൽ വിവരങ്ങൾ നൽകും. അരുൺ പാറയ്ക്കൽ, അവിടെ നമ്മൾ ഈ വിധി വന്നതിന് ശേഷം ആ സ്മൃതി മണ്ഡപത്തിൽ നിന്നുള്ള കാഴ്ചകൾ കണ്ടു. ആരുടെയും ഉള്ളുലയ്ക്കുന്ന കാഴ്ചകളായിരുന്നു. അതിവൈകാരികമായ പ്രതികരണങ്ങൾ, മാതാപിതാക്കളുടെ കരച്ചിൽ, സങ്കട കാഴ്ചകളായിരുന്നു. അതിനപ്പുറത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളികളും ഇതിനിടയിൽ കേൾക്കുന്നുണ്ടായിരുന്നു. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ഈ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അവർ ആ സാഹചര്യവുമായി പൊരുത്തപ്പെട്ടിട്ടുണ്ടോ? മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കളൊക്കെ? വിജയകുമാർ, ഞാനിപ്പോൾ നിൽക്കുന്നത് കല്യോട്ടാണ്. കല്യോട്ട് സ്മൃതി മണ്ഡപമാണ് എനിക്ക് തൊട്ട് പുറകിൽ. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കല്യോട്ട് പറയൂ, കേൾക്കാം. അരുൺ പറയൂ. വിജയകുമാർ, ഞാനിപ്പോൾ നിൽക്കുന്നത് കല്യോട്ടാണ്. കല്യോട്ടെ സ്മൃതി മണ്ഡപമാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അവിടെ ഇപ്പോഴും ആ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും എം പിമാർ ഉൾപ്പെടെയുള്ളവരുണ്ട്. ഈ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും അമ്മയും സഹോദരിയും അതുപോലെ തന്നെ ശരത്ലാലിൻ്റെ അച്ഛനുമൊക്കെ ആ സ്മൃതി മണ്ഡപത്തിൽ തന്നെയുണ്ട്. നമുക്ക് തൊട്ടുപുറകിൽ കാണുന്നപ്പോൾ ഡീൻ കുര്യാക്കോസ് എം പി അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ്. സ്മൃതി മണ്ഡപത്തിൽ നിന്ന് പുഷ്പാർച്ചനയ്ക്ക് ശേഷം ഇറങ്ങി വരുന്ന കാഴ്ചയാണ്. ഈ ഘട്ടത്തിലൊക്കെ തന്നെ നമ്മൾ ഈ പ്രദേശത്തെ വിധി വന്നതിന് ശേഷം ഈ പ്രദേശത്തെ നാട്ടുകാരുമായും കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും സുഹൃത്തുക്കളുമായും സംസാരിച്ചിരുന്നു. അവരൊക്കെ തന്നെ പറയുന്നത് ഈ വിധിയിൽ പൂർണ്ണ തൃപ്തരല്ല. ഇരട്ട ജീവപര്യന്തം കിട്ടി എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷേ ഈ വിധിയിൽ തൃപ്തരല്ല. അതിന് ഈ അതായത് കോടതി വെറുതെ വിട്ട 10 പ്രതികൾക്ക് കൂടി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. അതിന് നിയമപരമായി പോരാടും, അപ്പീൽ നൽകുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നൊക്കെ ഈ കുടുംബവും ഒക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് എം പി നമുക്കൊപ്പം ചേരുകയാണ്. വിധി വന്നു, ഇരട്ട ജീവപര്യന്തമാണ്. CPM നേതാക്കൾക്ക് ഉൾപ്പെടെ 5 വർഷം തടവുണ്ട്. ഇനി എന്തായിരിക്കും തുടർന്ന്? തീർച്ചയായിട്ടും ഇത് കേരളത്തിൽ അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ജനങ്ങളുടെ ഒരു വികാരം പ്രതിഫലിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഈ വിധിയിൽ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖത്തേറ്റ കനത്ത തിരിച്ചടിയാണ്. കേരളത്തിലെ അമ്മ പെങ്ങന്മാർ, അച്ഛന്മാർ അവർ സ്വന്തം മക്കളെ വളർത്തി വലിയ പ്രതീക്ഷയോടുകൂടി എല്ലാ കാര്യങ്ങളും ഭാവിയെ സംബന്ധിച്ച് സ്വപ്നം കാണുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കണ്ണിൽ അവർ കരടായി മാറിയാൽ അവരെ കൊല ചെയ്യുക എന്നുള്ള ഒരു സിദ്ധാന്തമാണ് അവരിവിടെ വളരെ വർഷങ്ങളായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആ പ്രതികളെ പൂർണ്ണമായി സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇവിടെ ആ പ്രതികളെ സംരക്ഷിക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ മുഴുവൻ ഭരണകൂടവും ഒരുമിച്ച് നിന്നു എന്നുള്ളതാണ് ഈ കേസിൽ ഉടനീളം കണ്ടത്. അതിനെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു വലിയ കോടതി വിധിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ണിൽ ഒരു വലിയ സന്ദേശമാണ് ഉയർത്തി വന്നിട്ടുള്ളത്. ഈ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരാരായാലും ശരി, അവർക്കെതിരെ വിധി നടപ്പിലാക്കപ്പെടും എന്നുള്ളത് തന്നെയാണ്. മുൻ MLA ഉൾപ്പെടെ ഈ കേസിൽ പ്രതിയാണ് എന്ന് തെളിയിക്കപ്പെട്ടു. തീർച്ചയായിട്ടും ഇനിയും ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിക്കാതിരിക്കത്തില്ല, അത് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അതിനെതിരായും ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. വിജയകുമാർ, ഇത് തന്നെയാണ്, ഈ വാക്കുകൾ തന്നെയാണ് ഇവിടെയുള്ള ഓരോ ആളുകളിൽ നിന്നും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. സാധാരണ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ മുതൽ ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും സുഹൃത്തുക്കൾ വരെ ഈ കാര്യം തന്നെയാണ് പറയുന്നത്. വിധിയിൽ തൃപ്തരാണ്. ഈ ഒരു കാര്യം, അതായത് ഇരട്ട ജീവപര്യന്തം കിട്ടി, CPM നേതാക്കൾക്ക് ഉൾപ്പെടെ 5 വർഷം തടവുണ്ട്. പക്ഷേ കോടതി വെറുതെ വിട്ട 10 പ്രതികൾക്ക് കൂടി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. കുടുംബം പ്രതീക്ഷിച്ച പോലെ തന്നെ വധശിക്ഷയിലേക്ക് കാര്യങ്ങൾ കടക്കണം. അതിനുവേണ്ടി വിധിപ്പാർപ്പ് ലഭിച്ചതിന് ശേഷം അപ്പീൽ നൽകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്ന് കുടുംബം അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ പ്രകടനം നടത്തുമെന്ന് നേരത്തെ കോൺഗ്രസ് പ്രവർത്തകർ അറിയിച്ചിരുന്നു. പക്ഷേ നിലവിൽ പോലീസിൻ്റെ ഒരു നിർദ്ദേശമുണ്ട്, ഇവിടെ പ്രകടനം നടത്താൻ പാടില്ല എന്നൊരു നിർദ്ദേശമുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ നിലവിൽ ഇവിടെ പ്രകടനമൊന്നും ഇല്ല എന്നാണ് വിജയകുമാർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ശക്തമായ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. യെസ്, അവിടെ പ്രകടനങ്ങൾക്കൊക്കെ വിലക്കുണ്ട്. വലിയ സുരക്ഷയിലാണ് കല്യോട്ടും പരിസര പ്രദേശങ്ങളുമൊക്കെ. നമുക്ക് അറിയാം അവിടുത്തെ സാഹചര്യം അത്ര നിർണായകമാണ് ഈ വിധി വന്ന പശ്ചാത്തലത്തിൽ നിന്ന്. അതേസമയം പെരിയ ഇരട്ടക്കൊലക്കേസിൽ വിധിപ്പകർപ്പ് കിട്ടിയാൽ ഉടൻ അപ്പീൽ പോകുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് CK ശ്രീധരൻ അറിയിച്ചു. 5 വർഷം തടവ് ശിക്ഷ കിട്ടിയവരുടെ ശിക്ഷ റദ്ദാക്കി അപ്പീലിന്മേൽ വാദം കേൾക്കാൻ കോടതിയെ സമീപിക്കുമെന്നും പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞു. അപ്പീൽ സമർപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള മറ്റു നടപടികൾ കൈക്കൊള്ളുന്നതാണ്. ശിക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ വിധിയുടെ പകർപ്പുകൾ ലഭിക്കാത്തതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വിധിക്കെതിരെ അപ്പീൽ സമർപ്പിക്കാൻ പെട്ടെന്ന് തന്നെ അപ്പീൽ ഇവിടെ നിന്ന്
സെൻറ്റൻസ് സസ്പെൻഡ് ചെയ്യാനും ജാമ്യമെടുക്കാനും പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. 5 വർഷം എന്നുള്ളതുകൊണ്ട് അപ് ടു 3 years ആണെങ്കിൽ ഇവിടുന്ന് തന്നെ ജാമ്യം ലഭിക്കുമായിരുന്നു. 5 വർഷമായതുകൊണ്ട് അപ്പീൽ സമർപ്പിച്ച ശേഷം സെൻറ്റൻസ് സസ്പെൻഡ് ചെയ്ത് ജാമ്യത്തിൽ ഇറങ്ങുന്നതാണ്. യെസ്, പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ സംസാരിക്കുകയായിരുന്നു. വിധിക്കെതിരെ അപ്പീൽ നൽകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ഈ 5 വർഷം ശിക്ഷ വിധിച്ചവരുടെ കാര്യത്തിൽ മേൽക്കോടതിയെ പോയി ശിക്ഷ റദ്ദാക്കാനോ ശിക്ഷ സ്റ്റേ ചെയ്യാനോ ഒക്കെയുള്ള നടപടിയിലേക്ക് കടക്കും. അരുൺ പൂപ്പറമ്പ ഇപ്പോൾ കല്യോട്ടൊന്ന് ചേരുന്നുണ്ട്. അരുൺ, അവിടെ വലിയ സുരക്ഷാ വലയത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നേരത്തെ തന്നെ അത്തരം ദൃശ്യങ്ങൾ കണ്ടിരുന്നു. പ്രകടനമൊക്കെ വിലക്കിയിട്ടുണ്ട്. എന്താണ് ഒരു പൊതുവായ സാഹചര്യം? പോലീസ് എത്രത്തോളം വലിയ ജാഗ്രതയിലാണ് ആ മേഖലയിലും പരിസര പ്രദേശങ്ങളിലും, കാസർഗോഡ് ജില്ല പൊതുവെയും, അല്ലേ? വിജയകുമാർ, വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളാണ് ഈ ശിക്ഷാവിധി എറണാകുളത്തെ CBI കോടതിയിൽ നിന്നും പുറത്തു വന്നപ്പോൾ ഇവിടെ ഈ കല്ലോട്ട് ഉണ്ടായത്. ഈ സ്മൃതി മണ്ഡപത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ വൈകാരികമായ മുദ്രാവാക്യം വിളിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ നമുക്ക് പ്രവർത്തകരുടെയൊക്കെ സാന്നിധ്യം കാണാം. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തകരാണ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഇങ്ങോട്ടേക്ക് ഈ സ്മൃതി മണ്ഡപത്തിലേക്ക് ഒഴുകിയെത്തിയത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 6 വർഷത്തെ ഒരു കാത്തിരിപ്പാണ്. അത്രത്തോളം വൈകാരികമായിട്ടുള്ള അങ്ങനെയാണ് അവർ അതിനെ സമീപിക്കുന്നത്. ഇതിൽ പ്രകടനം സംഘടിപ്പിക്കുമെന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ പൊതു പരിപാടികൾക്കൊക്കെ പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. 160 പോലീസ് ഈ കല്ലോട്ട് അങ്ങാടിയിൽ മാത്രം ഉണ്ടായിരുന്നു. ഇപ്പോൾ കൃപേഷിൻ്റെ മാതാവ് ഇവിടെയുണ്ട്. നമുക്ക് അവരോട് കൂടി അമ്മേ, ഈ വിധിയിൽ തൃപ്തിയാണോ? ഇപ്പോൾ ഈ 10 പ്രതികൾ ഇപ്പോഴും പുറത്തുണ്ട്. അതിൽ അപ്പീൽ പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം കുടുംബവും അങ്ങനെ എല്ലാവരും തീരുമാനിച്ചിട്ട് മുന്നോട്ട് പോകും. എന്താണ് ഉള്ളത്? സന്തോഷമുണ്ട്. ഇപ്പം വെറുതെ വിട്ടവർക്കും എതിരെ എല്ലാവരും കൂടെ ആലോചിച്ചിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം. ജബി മേത്തർ കൂടി നമ്മോട് ചേരുകയാണ്. എന്താണ് ഇപ്പോൾ ഈ വിധി? വൈകാരികമായാണ് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ അതിനെ സമീപിച്ചത്. എന്താണ്? ആശ്വാസകരമായ വിധി തന്നെയാണ്. കാരണം ഈ കഴിഞ്ഞ 6 വർഷം ഒരു ഹൃദയം നുറുങ്ങുന്ന ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു ഈ കുടുംബവും ഈ കൃപേഷിനെയും ശരത്ലാലിനെയും സ്നേഹിക്കുന്ന ഈ നാടും കേരളം ഒട്ടാകെ തന്നെ. അപ്പോൾ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഈ അമ്മമാരോടൊപ്പം തന്നെയാണ് കേരളത്തിലെ അമ്മമാർ നിലകൊണ്ടത്. അവരുടെ പ്രാർത്ഥനകളും അവരുടെ മനസ്സുരുകി നെഞ്ചുരുകിയുള്ള പ്രാർത്ഥനകൾ എല്ലാവർക്കും ഇവരുടെ ഈ കുടുംബത്തിനോടൊപ്പമുണ്ട്. അപ്പോൾ ഈ ഒരു വിധി ആശ്വാസകരം തന്നെയാണ്. തുടർന്നുള്ള നിയമ പോരാട്ടങ്ങൾ തുടരും. കാരണം ഇതിലെ ഏറ്റവും അൾട്ടിമേറ്റ്, ഏറ്റവും അവസാന നീതി ലഭിക്കുന്നതുവരെ നിയമ പോരാട്ടങ്ങൾ തുടരും. വിജയകുമാർ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നിയമ പോരാട്ടം എന്തായാലും തുടരും എന്ന് കുടുംബം അറിയിച്ചിട്ടുണ്ട്. അത് 2 കാര്യങ്ങളാണ്. 10 പ്രതികളെ വെറുതെ വിട്ടിട്ടുണ്ട്. ആ കാര്യത്തിൽ നിയമ പോരാട്ടം, അതായത് മേൽക്കോടതിയിൽ അപ്പീൽ പോകും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ കുടുംബം ഉന്നയിച്ചിട്ടുള്ള ചില പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് ഈ ഗൂഢാലോചന, അതായത് ക്രിമിനൽ ഗൂഢാലോചനയിൽ CPMൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് പങ്കുണ്ട്. KV കുഞ്ഞിരാമൻ, K മണികണ്ഠൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് പങ്കുണ്ട് എന്ന രീതിയിൽ. പക്ഷേ ഈ ഗൂഢാലോചന കുറ്റം ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല. അവർ ജയിലിലേക്ക് പോകുന്നു എന്നതിൽ ഇവർ ആശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് പോലും. കുറച്ചുകൂടി കനത്ത ശിക്ഷ അവർക്ക് ഉണ്ടാകണമെന്ന അഭിപ്രായം കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം കുടുംബത്തിനുണ്ട്. അതിലും അപ്പീൽ പോകുമെന്ന് ഇപ്പോൾ ഈ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കുടുംബങ്ങൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. സ്വാഭാവികമായും പോലീസിൻ്റെ കനത്ത സുരക്ഷാ വലയത്തിലാണ് ഈ പെരിയ കല്ലോട്ട് മേഖല, പൊതുവെ കാസർഗോഡ് ജില്ലയാകെയുള്ളത്. നേരത്തെ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ ഇവിടെ എത്തി ഈ സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. അഡ്വക്കേറ്റ് CK ശ്രീധരൻ്റെ കാഞ്ഞങ്ങാട്ടെ വീട്ടിലും പോലീസിൻ്റെ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥയിലേക്കോ അനിഷ്ട സംഭവങ്ങളിലേക്കോ പോയാൽ അതിനെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് കാസർഗോഡ് ജില്ലയിലാകെ, പ്രത്യേകിച്ചും ഈ പെരിയ കല്ലോട്ട് മേഖലയിൽ ഒരുക്കിയിട്ടുള്ളത്.
പോലീസ് ഇത്തരത്തിലുള്ള പൊതു പരിപാടികൾക്കൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ പോലും ഈ പ്രകടനം നടത്തും എന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട്. അതിൽ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്. പോലീസ് അതിനെ എങ്ങനെ നേരിടും, പോലീസ് എങ്ങനെ അതിനെ സമീപിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. എന്തായാലും ഇവിടെ വലിയ രീതിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തമ്പടിച്ചിട്ടുണ്ട്, അവർ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അവർ ഈ പ്രകടനം ഉൾപ്പെടെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്. ആ കുടുംബത്തെ സംബന്ധിച്ച് മറ്റു കോൺഗ്രസ് പ്രവർത്തകരൊക്കെ അല്ലെങ്കിൽ ഇവിടെ എത്തിയിട്ടുള്ളവരൊക്കെ നിറ കണ്ണുകളോട് അല്ലെങ്കിൽ മേൽക്കോടതിയിലേക്ക് പോകണം, അപ്പീൽ നൽകണം എന്നതിൽ കുടുംബാംഗങ്ങൾ ഏതാണ്ട് ഒരേ അഭിപ്രായം തന്നെയാണ്. പാർട്ടിയുമായി ആലോചിച്ച് തുടർ നടപടികളെന്നാണ് കുടുംബാംഗങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ അതിൻ്റെ സാധ്യതയൊക്കെ നിയമപരമായി ആലോചിക്കുമെന്ന് പ്രതിപക്ഷ നേതാവും മറ്റു കോൺഗ്രസ് നേതാക്കളും സൂചിപ്പിക്കുന്നുണ്ട്. വിധി പൊതുവെ തൃപ്തികരമാണ് എന്നെല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ വധശിക്ഷ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇരട്ട ജീവപര്യന്തം അത് വധശിക്ഷയ്ക്ക് തൊട്ടു താഴെയുള്ള ഒരു ശിക്ഷയായി സാങ്കേതികമായി കണക്കാക്കാം. അതുകൊണ്ട് വിധി മോശമല്ല, പക്ഷേ വധശിക്ഷയാകാമായിരുന്നു എന്ന് പറയുന്നു കുടുംബാംഗങ്ങളൊക്കെ പറയുന്നുണ്ട്. നേരത്തെ അല്പസമയം മുമ്പ് ശരത് ലാലിൻ്റെ പിതാവ് പ്രതികരിച്ചത് ആ പ്രതികരണത്തിലേക്ക്. ആശ്വാസമുണ്ട്, ആശ്വാസമില്ല എന്ന് പറയാൻ പറ്റില്ല. ഇരട്ട ജീവപര്യന്തമാണ്, അതും 10 പേർക്ക് ഇരട്ട ജീവപര്യന്തം എന്ന് വെച്ചാൽ അത് പരമാവധി ഒരുവിധം ഒരു കുറ്റം ചെയ്തതിനതൊക്കെ ശിക്ഷയായിട്ടുണ്ടെങ്കിലും അതിൻ്റെ കാഠിന്യം മനസ്സിലാക്കി തൂക്കുകയർ വരെ പോവാമെങ്കിലും കിട്ടിയതിലത്തേക്ക് ഞങ്ങൾ ഒരു പരിധിവരെ തൃപ്തരാണ്. എങ്കിലും ആശങ്ക എന്ന് വെച്ചാൽ 10 പേരെ വെറുതെ വിട്ട് 10 പേരെ ഈ കുറ്റത്തിൽ പങ്കാളികളായ 10 പേർ പുറത്തു നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഇനിയും ഇവിടെ ആശങ്കയാണ്. കാരണം അവർ രക്ഷപ്പെട്ടു, അവർക്ക് ഇനി എന്തും ചെയ്യാം, അവർക്ക് ഒന്നും പ്രശ്നങ്ങളില്ല. എത്ര തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള മാർഗം ഇവർ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ. CKS എന്നായാലും അതുപോലെ സർക്കാരും. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ ശിക്ഷാവിധി CPM-ന് കനത്ത തിരിച്ചടി എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. CPIM മുൻ MLA ഉൾപ്പെടെ ശിക്ഷിക്കപ്പെട്ടത് പാർട്ടിക്ക് പങ്കില്ല എന്ന വാദത്തിനുള്ള തിരിച്ചടിയാണ്. കുടുംബാംഗങ്ങളുമായി ആലോചിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് UDF നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. കൊലക്കേസിൽ പാർട്ടിയുടെ മുൻ MLA ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ലോക്കൽ കമ്മിറ്റി നേതാക്കന്മാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ പാർട്ടിക്ക് പങ്കില്ല എന്നുള്ള സ്ഥിരം പല്ലവിക്ക് യാതൊരു അർത്ഥവുമില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി ബോധ്യമായിരിക്കും. പ്രധാനപ്പെട്ട പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും അതുപോലെ 4 പ്രതികൾക്ക് 5 വർഷം തടവുമാണ് കിട്ടിയിരിക്കുന്നത്. ഏറ്റവും കടുത്ത ശിക്ഷ ആണ് കിട്ടിയിരിക്കുന്നത്. ഇതോടെ തെളിഞ്ഞത് ഈ കൊലപാതകത്തിലെ CPM-ന്റെ പങ്കാണ് വളരെ കൃത്യമായി വെളിവാക്കപ്പെട്ടിട്ടുള്ളത്. CPM നടത്തിയ കൊലപാതകം എന്ന് തന്നെയാണ് ഇതിനെ വിളിപ്പിക്കേണ്ടത്. വേറെ ഒരു കാരണവും രാഷ്ട്രീയമല്ലാതെ അതിനില്ല. പാർട്ടിക്ക് പങ്കില്ല എന്ന് അവരുടെ പച്ചക്കള്ളം ജനങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ കൂടെ പൊളിഞ്ഞിരിക്കുകയാണ്. വിധി വരുന്നത് പ്രതികൾക്കെതിരെ മാത്രമല്ല, വിധി വന്നിരിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ കൂടിയാണ്, പിണറായി വിജയനെതിരെ കൂടിയുള്ള വിധിയാണ്. കാരണം ഈ വിധി അവരുടെ മേലെ വരാതിരിക്കാനായിരുന്നു അദ്ദേഹം പരിശ്രമിച്ചത്. ആ മുഖ്യമന്ത്രി പദവി ദുരുപയോഗം ചെയ്ത്, ജനങ്ങളുടെ നികുതി പണത്തെ ദുരുപയോഗം ചെയ്ത് ഈ ക്രിമിനലുകളെ രക്ഷിച്ചെടുക്കാൻ ശ്രമിച്ച അദ്ദേഹത്തിനുള്ള തിരിച്ചടിയാണ്, പിണറായി വിജയനുള്ള തിരിച്ചടിയാണ് ഈ വിധി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഞങ്ങൾ വധശിക്ഷയാണ് പ്രതീക്ഷിച്ചത്, വധശിക്ഷയാണ് കിട്ടുമെന്ന് ഞങ്ങളെല്ലാം കരുതിയത്. അത്ര വലിയ കുറ്റമാണ് അവർ ചെയ്തത്. പക്ഷേ ഇരട്ട ജീവപര്യന്തം കൊടുത്തു. ആ ഇരട്ട ജീവപര്യന്തം കൊടുത്ത കാര്യത്തിൽ ഞങ്ങൾക്ക് തൃപ്തിയുണ്ട്. പരിപൂർണമായി തൃപ്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ വധശിക്ഷ പ്രതീക്ഷ ആളുകൾക്ക് ഇരട്ട ജീവപര്യന്തം കിട്ടിയാൽ, പക്ഷേ ഇരട്ട ജീവപര്യന്തത്തിൽ ഞങ്ങൾ സംതൃപ്തരാണ്. പൂർണ്ണ തൃപ്തിയില്ല എങ്കിൽ പോലും സംതൃപ്തരാണ്. കേസിൽ CPM നേതാക്കൾ ശിക്ഷിക്കപ്പെട്ടു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് KK രമ MLA പറഞ്ഞു. കൊലക്കത്തി താഴെ വയ്ക്കാൻ CPIM ഇനിയെങ്കിലും തയ്യാറാകണമെന്നും KK രമ പറഞ്ഞു. അപ്പോൾ CPM ഇത് അവസാനിപ്പിച്ചിട്ടില്ല. ഇതാണ് ഇതിനകത്തെ ഏറ്റവും കാതലായ കാര്യം. ഈ കൊലവാൾ താഴെ വയ്ക്കാൻ എന്നാണ് ഈ പാർട്ടി തയ്യാറാവുക? ഇത്രയും നേതാക്കന്മാർക്ക് ശിക്ഷ കിട്ടിയിട്ടും അതിനെ തള്ളി ഇനി ഞങ്ങൾ ആ തരത്തിൽ നീങ്ങുന്നില്ല എന്ന് പറയാൻ ഒരു പ്രധാനപ്പെട്ട പാർട്ടി, ഒരു ഇടതുപക്ഷ പാർട്ടി തയ്യാറാവുന്നില്ല എന്നുള്ള ഒരു വിഷയം ഇപ്പോഴും ഇരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ശിക്ഷ പ്രഖ്യാപിച്ചപ്പോഴും CPM നേതാക്കന്മാർ ന്യായീകരിക്കുന്നതെന്നാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് എന്നുള്ളത് മാതൃകാപരമാണ്, മറ്റുള്ളവർക്ക് പാടായിരിക്കും. പക്ഷേ കുടുംബത്തിൻ്റെ വികാരം ശിക്ഷ പോരാന്നുള്ളതാണ്. കോൺഗ്രസ് ആ കാര്യത്തിൽ കുടുംബത്തിൻ്റെ വികാരത്തോടൊപ്പം നിൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് UDF-ൻ്റെയും ഈ കാര്യത്തിലുള്ള അഭിപ്രായം, പാർട്ടിയുടെ ഒക്കെ അഭിപ്രായം അതുതന്നെയാണ്.
അല്ല, ഈ കൊലപാതകത്തിൻ്റെ ഒരു നേച്ചർ കണ്ടാൽ അതിൻ്റെ ഒരു ക്രൂരതയുടെ പെരിയ കേസിലെ വിധിയോട് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിക്കുകയായിരുന്നു. പ്രതികളെ അല്പസമയത്തിനകം കോടതിയിൽ നിന്ന് ഇറക്കും, എല്ലാവരെയും ജയിലിലേക്ക് മാറ്റും. നേരത്തെ ജാമ്യത്തിലുണ്ടായിരുന്ന പ്രതികളുടെ ജാമ്യം ഈ വിധിയോടെ റദ്ദാക്കപ്പെട്ടിരിക്കുകയാണ്, അവരും ജയിലിലേക്ക് പോകും. ക്ഷേത്രാചാര വിഷയത്തിൽ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്ക് മറുപടിയുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അനാചാരങ്ങളെ എതിർത്താണ് മന്നത്ത് പത്മനാഭൻ സാമൂഹ്യ പരിഷ്കരണം നടത്തിയതെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ശിവഗിരി മഠം നിലപാട് തുറന്നു പറഞ്ഞെങ്കിലും വിഷയത്തിൽ വിവാദം അവസാനിച്ചു എന്ന മറുപടിയിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രതികരണം ഒതുക്കി. ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് അധ്യക്ഷൻ സ്വാമി സച്ചിദാനന്ദ നടത്തിയ പരാമർശവും അതിനെ പിന്തുണച്ചുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടിനെയുമാണ് മന്നം ജയന്തി സമ്മേളനത്തിൽ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വിമർശിച്ചത്. മന്നത്ത് പത്മനാഭൻ ആചാരങ്ങളെ എതിർത്താണ് സാമൂഹിക പരിഷ്കരണം നടത്തിയതെന്നാണ് ജി സുകുമാരൻ നായർക്ക് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മറുപടി. സുകുമാരൻ നായർ പറയാണ് ആചാരങ്ങളൊന്നും മാറ്റാൻ പാടില്ല, ആചാരങ്ങൾ മാറ്റിയില്ലായിരുന്നുവെങ്കിൽ മന്നത്ത് പത്മനാഭനില്ല, അല്ലെങ്കിൽ വേറെ ഏതോ ഒരു നായരെ പോലെ നമ്പ്യാരെ പോലെ ഒരു പത്മനാഭൻ ഉണ്ടാവുമായിരുന്നു. അനാചാരങ്ങൾക്കെതിരായി പൊരുതിയ മഹത്തായ പാരമ്പര്യത്തിൽ നിന്നാണ് മന്നത്ത് പത്മനാഭൻ എന്ന ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന നായകരുണ്ടായത്. ക്ഷേത്രാചാരങ്ങൾ മാറണമെന്ന സ്വാമി സച്ചിദാനന്ദയുടെ നിലപാടിൽ ശിവഗിരി എന്ന് എടുത്തു പറഞ്ഞാണ് ജി സുകുമാരൻ നായർ ഇന്നലെ വിമർശനം നടത്തിയത്. എന്നാൽ ക്ഷേത്രാചാര വിഷയത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിലപാട് പറയാൻ തയ്യാറായില്ല. ശിവഗിരി മഠത്തിലെ ഇന്നത്തെ പ്രസിഡന്റ് സ്വാമി ഒരു അഭിപ്രായം പറഞ്ഞു, അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഒരു അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായത്തിൽ എതിരായി സുകുമാരൻ നായർ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. അതിന് മറുപടി ആയിട്ട് ശിവഗിരി മഠത്തിലെ സന്യാസി സേട്ടൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് അങ്ങോട്ടും പറഞ്ഞ് അദ്ദേഹം ഇങ്ങോട്ടും മറുപടി പറഞ്ഞു. അതുകൊണ്ട് ആ കാര്യം ക്ലോസ്. മന്നം ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത രമേശ് ചെന്നിത്തലയെ വേദിയിലിരുത്തിയാണ് ക്ഷേത്രാചാര വിഷയത്തിൽ ജി സുകുമാരൻ നായർ നിലപാട് വ്യക്തമാക്കിയത്. എന്നാൽ വിവാദത്തിനില്ലെന്നായിരുന്നു ചെന്നിത്തലയുടെ പ്രതികരണം. അല്ല, അത്തരം ഒരു വിവാദത്തിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ക്ഷേത്രത്തിലെ വസ്ത്രധാരണം സംബന്ധിച്ച് ആരോഗ്യകരമായ ചർച്ച നടക്കട്ടെ എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രതികരണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. കായംകുളം MLA U പ്രതിഭയുടെ മകനെതിരായ കഞ്ചാവ് കേസിനെ നിസ്സാരവൽക്കരിച്ച് വിവാദ പരാമർശവുമായി മന്ത്രി സജി ചെറിയാൻ. പുകവലിക്കുന്നത് മഹാ അപരാധമാണോ എന്നാണ് U പ്രതിഭയെ വേദിയിലിരുത്തി മന്ത്രിയുടെ ചോദ്യം. താനും വല്ലപ്പോഴും പുകവലിക്കുന്ന ആളാണെന്നും ഒരു കെട്ട് ബീഡി വലിക്കുന്ന ആളാണ് MD വാസുദേവൻ നായർ എന്നുമാണ് മന്ത്രിയുടെ വിചിത്രവാദം. ഞാനും പുകവലിക്കുന്നതാണ്, വല്ലപ്പോഴും പേടിയെന്ന് പറയുന്നു. പണ്ട് ജയിലിൽ കിടന്ന് പഠിച്ചതാണ്. MD വാസു എന്നാൽ വീടി വലിക്കുമായിരുന്നു, കെട്ടുകണക്കിന് വേണ്ടി വലിക്കുന്ന സമയം അടുത്ത സമയം വലിക്കും. അങ്ങനെ ചെറുക്കാശീലം. കായംകുളത്ത് S വാസുദേവൻ പിള്ള രക്തസാക്ഷി അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് U പ്രതിഭ MLA വേദിയിലിരുത്തി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ മന്ത്രി സജി ചെറിയാന്റെ വിവാദ പരാമർശം. പുകവലിക്കുന്നതിനെ നിസ്സാരവൽക്കരിച്ചും എക്സൈസിനെ വിമർശിച്ചും മന്ത്രി രംഗത്തെത്തി. പുകവലിച്ച് FIR എഴുതി ആയിക്കോട്ടെ, അതിന് ജാമ്യമില്ലാത്ത വകുപ്പ് നേടുന്നു. FIR റിപ്പോർട്ട് താൻ കണ്ടുവെന്നും അതിൽ കൂട്ടം കൂടി വലിച്ചതായാണ് പറയുന്നതെന്നും പുകവലിക്കുന്നത് മഹാ അപരാധമാണോ എന്നും മന്ത്രി. ആ കുട്ടി എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ചെയ്തെന്നൊന്നും ഒരു കേസിലുമില്ല. ആ FIR ഞാൻ വായിച്ചു. U പ്രതിഭ MLAയുടെ മകൻ ഉൾപ്പെടെ 9 പേർക്കെതിരെ കഞ്ചാവ് ഉപയോഗിച്ചതിനും കൈവശം വെച്ചതിനുമായിരുന്നു എക്സൈസ് കേസെടുത്തത്. എന്നാൽ ഇത് മറച്ചുവെച്ചായിരുന്നു മന്ത്രിയുടെ പ്രസംഗം. അതേസമയം U പ്രതിഭ MLA മാധ്യമങ്ങൾക്കെതിരെ നടത്തിയ വ്യക്തി അധിക്ഷേപങ്ങളിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് MLA ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ച് ജില്ലാ പ്രസിഡന്റ് MB പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ആലപ്പുഴ. സ്കൂൾ കലോത്സവത്തിന് നാളെ തിരിതെളിയും. 63ാമത് കേരള സ്കൂൾ അനന്തകലാപുരി പവേർഡ് ബൈ G-Tech. ജോലിയാണ് ലക്ഷ്യമെങ്കിൽ പഠനം G-Techൽ തന്നെ. കോ സ്പോൺസർഡ് ബൈ പുതിയ തുടക്കം ആരോഗ്യത്തോടൊപ്പം ഔഷധി. മിൽമ. കേരളം കണി കണ്ടുണരുന്ന നന്മ. വർഷങ്ങൾ മറിഞ്ഞോട്ടെ, സമ്മാനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. കേരള സംസ്ഥാന ഭാഗ്യക്കുറി. മുത്തൂറ്റ് മെർക്കന്റൈൽ ലിമിറ്റഡ്. NCD ജനുവരി 10 മുതൽ. ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലോത്സവത്തിന് തിരിതെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. സംസ്ഥാനത്തെ കൗമാര പ്രതിഭകളെ സ്വീകരിക്കാൻ തലസ്ഥാന നഗരമായ തിരുവനന്തപുരം ഒരുങ്ങി. സ്കൂൾ കലോത്സവത്തിന്റെ ജേതാക്കൾക്കുള്ള സ്വർണ്ണക്കപ്പ് തലസ്ഥാനത്തെത്തി.
5 ദിനങ്ങൾ ഇനി തലസ്ഥാന നഗരത്തിന് ഉറക്കമില്ല നാളുകൾ. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് സ്വർണ്ണക്കപ്പിന്റെ 4 ദിവസം നീളുന്ന പ്രയാണം ആരംഭിച്ചത്. തിരുവനന്തപുരം കൊല്ലം ജില്ലാ അതിർത്തിയിൽ ജനപ്രതിനിധികളും നാട്ടുകാരും വിദ്യാർത്ഥികളും ചേർന്നാണ് സ്വർണ്ണക്കപ്പിന് സ്വീകരണം നൽകിയത്. ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം കലോത്സവ വേദിയിലേക്ക് സ്വർണ്ണക്കപ്പിനെ ആനയിക്കും. വിദ്യാർത്ഥികൾക്കുള്ള രജിസ്ട്രേഷനും തുടങ്ങിയിട്ടുണ്ട്. SMV സ്കൂളിലാണ് രജിസ്ട്രേഷൻ കൗണ്ടറുകൾ. നാളെ കലാമാമാങ്കത്തിന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിരിതെളിയും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് ശ്രീനിവാസൻ തൂണേരി രചിച്ച് കാവാലം ശ്രീകുമാർ ചിട്ടപ്പെടുത്തിയ കലോത്സവത്തിന്റെ സ്വാഗതഗാനത്തിന്റെ നൃത്താവിഷ്കാരം കലാമണ്ഡലത്തിലെ കുട്ടികളും പൊതുവിദ്യാലയത്തിലെ കുട്ടികളും ചേർന്ന് അവതരിപ്പിക്കും. വയനാട് വെള്ളാർമല GHSSലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന സംഘനൃത്തവും ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമാണ്. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം 1-ാം വേദിയിൽ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മോഹിനിയാട്ടം മത്സരം നടക്കും. ആദ്യ ദിവസം 24 വേദികളിലാണ് മത്സരങ്ങൾ നടക്കുക. 24 തിരുവനന്തപുരം. കലാപ്രതിഭകൾക്ക് രുചിക്കൂട്ടൊരുക്കാൻ കലവറ തുറന്നു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പാൽകാച്ചൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇത്തവണയും കലാപൂരത്തിന് രുചിയൊരുക്കുന്നത് പഴയിടം മോഹനൻ നമ്പൂതിരിയാണ്. പുത്തരിക്കണ്ടം മൈതാനത്തിലാണ് ഭക്ഷണപന്തൽ. ഒരേ സമയം 20 വരികളിലായി 5000 പേർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന രീതിയിലാണ് ക്രമീകരണം. പഴയിടം മോഹനൻ നമ്പൂതിരിക്കാണ് ഊട്ടുപുരയുടെ ചുമതല. ഏറ്റവും നല്ല രീതിയിലുള്ള ഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെയും അതുപോലെ തന്നെ ഫുഡ് കമ്മിറ്റിയുടെയും ആഗ്രഹം. തിരുവനന്തപുരത്തെ അനുഭവം വെച്ചിട്ടൊരു ദിവസം ഏതാണ്ട് 30,000 പേർക്ക് മുകളിൽ 35,000 ആൾക്കാർ ഒരു ദിവസം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമായിട്ട് ഭക്ഷണം കഴിച്ച് കടന്നു പോകണം. നമ്മുടെ തിരുവനന്തപുരത്തെ രീതി അതാണ്. മാറുന്ന കാലത്തിനനുസരിച്ചിട്ട് ഇനി ആൾക്കാരുടെ എണ്ണത്തിൽ വ്യത്യാസം വരുന്നുണ്ടോ ഇല്ലോ എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഇന്ന് രാത്രി മുതൽ ഭക്ഷണ വിതരണം ആരംഭിക്കും. രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും ഇവിടെ ഭക്ഷണമുണ്ടാകും. ഇത്തവണയും വ്യത്യസ്ത രുചികൾ കലാപ്രതിഭകൾക്കായി തയ്യാറാക്കും. എല്ലാ ദിവസവും മധുരമായിരിക്കും. ഇന്നിപ്പോൾ നല്ല മധുരമുള്ള പായസമായിരുന്നല്ലോ, രുചിയുള്ള പായസമായിരുന്നല്ലോ. എല്ലാ ദിവസവും മധുരവും രുചിയും പായസത്തിന് മാത്രമല്ല എല്ലാ വിഭവങ്ങൾക്കും ഉണ്ടാവും. മത്സരങ്ങളും രുചിയോ എല്ലാ മധുരത്തോടു കൂടി നടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. 40,000 ചതുരശ്ര അടിയിലാണ് ഭക്ഷണപന്തൽ ഒരുക്കിയിട്ടുള്ളത്. പന്തലിൽ തിരക്കുണ്ടെങ്കിൽ കലാപരിപാടികൾ ആസ്വദിക്കാനായി സമീപം മറ്റൊരു പന്തൽ കൂടി ഒരുക്കിയിട്ടുണ്ട്. ടീം 24 കലോത്സവം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരുവനന്തപുരത്ത് തിരശ്ശീല ഉയരുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് കലാഭവൻ നൌഷാദ് വണ്ടി കയറുന്നത് 13 ശിഷ്യരുമായാണ്. 33 വർഷത്തെ കലോത്സവ ചരിത്രമെടുത്താൽ മോണോ ആക്ടിലെ 1-ാം സമ്മാനാർഹരിൽ ഭൂരിഭാഗവും നൌഷാദിന്റെ ശിഷ്യരാണ്. ആയിരത്തി 1996 മുതൽ ഗ്രേഡിംഗ് സമ്പ്രദായം ആരംഭിക്കുന്നതുവരെ മോണോ ആക്ടിൽ 1-ാം സമ്മാനം നേടിയ മിടുക്കർക്ക് പിന്നിൽ കലാഭവൻ നൌഷാദിന്റെ കയ്യൊപ്പുണ്ട്. മോണോ ആക്ട് മാത്രമല്ല, ഇംഗ്ലീഷ് സ്കിറ്റ്, മൈം എന്നിവയിലും ശിഷ്യരേറെ. ഇക്കുറി 13 ശിഷ്യരുമായാണ് കലോത്സവ വേദിയിലേക്കുള്ള ആശാന്റെ വരവ്. ആവനാഴിയിൽ പുതുമയുള്ള ഒട്ടേറെ വിഷയങ്ങൾ. ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ ബോംബ് വെച്ച് കൊന്നതുക്ക് നോ കരയാൻ എനിക്ക് മനസ്സില്ല. ഭഗത് സിംഗിന്റെ അമ്മയാ. 10 പുതിയ വിഷയങ്ങൾ ചെയ്യുന്നുണ്ട്. ആനുകാലികമായിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ്. അപ്പോൾ അർജുൻ മനാഫ് വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട്. അർജുൻ്റെയും മനാഫിൻ്റെയും കേരളത്തിൽ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസിനെ കുറിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ നവീൻ ബാബുവിൻ്റെ വിഷയം ഒന്നുകൂടെ ചെയ്യുന്നുണ്ട്. മുണ്ടക്കൈ ചൂരൽമല അതിജീവനം, ഷിരൂരിൽ മലയാളി മനസ്സിന്റെ തീരാനോവായ അർജുൻ, പൗരത്വ ഭേദഗതി, നവീൻ ബാബുവിന്റെ മരണം, അങ്ങനെ വിഷയങ്ങൾ നിരവധി. മരണശേഷം മലയാള സാഹിത്യത്തിന്റെ കുലപതി MT വാസുദേവൻ നായർ തന്റെ കഥാപാത്രങ്ങളെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടുന്ന രംഗവും അരങ്ങിലെത്തും. ഞാൻ 7 കൊല്ലമായി കലോത്സവത്തിൽ മത്സരിക്കുന്നു. ഇതുവരെ ജില്ലയിൽ പോയിട്ടുണ്ട്. 3 ഐറ്റം ചെയ്യുന്നുണ്ട്. ഞാൻ സാറിൻ്റെ അടുത്ത് പഠിച്ചപ്പോഴാണ് എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം,
എന്താണ് മോണോ ആക്ട് എന്ന് ശരിക്കും അറിഞ്ഞത് സാറിൻ്റെ കീഴിൽ പരിശീലിച്ചപ്പോഴാണ്. ഞാനിപ്പം മാഷിൻ്റെ അടുത്ത് തുടർച്ചയായിട്ട് 3 കൊല്ലമായി പഠിക്കണേ. ഞാൻ ആദ്യമായിട്ട് മോണോ ആക്ട് പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത് സാറിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഒരു പ്രൊഫഷണൽ ടച്ച് തന്നെ ആദ്യം മുതൽ എനിക്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. കലോത്സവ വേദിയിലെ മിന്നും വിജയം ഇക്കുറിയും ആവർത്തിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ ശിഷ്യരും ആശാനും. പുതുമയുള്ള ഒട്ടേറെ വിഷയങ്ങളുമായാണ് കലാഭവൻ നൗഷാദും ശിഷ്യന്മാരും തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുന്നത്. അപ്പൊ എങ്ങനെയാ ഇത്തവണ കപ്പടിക്കില്ലേ? അടിപൊളി, ഇത്തവണ ഒരു പേടിയുമില്ല. എല്ലാവരും പുതിയ വിഷയങ്ങൾ, അപ്ഡേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ, അതിനേക്കാൾ ഉപരി എല്ലാ കുട്ടികളും 1-to-1 അപ്പൊ തകർക്കും. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. കായികമേളയിൽ പ്രതിഷേധിച്ച സ്കൂളുകൾക്കെതിരായ വിലക്കിൽ ഉറച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കലാപത്തിനാണ് സ്കൂളുകൾ ശ്രമിച്ചതെന്നും വേണമെങ്കിൽ അവർക്ക് അപ്പീൽ നൽകാമെന്നും മന്ത്രി 24നോട് പറഞ്ഞു. അതേസമയം കുട്ടികളുടേത് വൈകാരിക പ്രതികരണമാണെന്നും വിലക്ക് പിൻവലിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സ്കൂൾ മാനേജ്മെന്റുകൾ പ്രതികരിച്ചു. കായികമേളയുടെ സമാപന ചടങ്ങിൽ പ്രതിഷേധിച്ച മാർബേസിൽ HSS കോതമംഗലം, നാവാമുകുന്ദ HSS തിരുനാവായ സ്കൂളുകൾക്കായിരുന്നു 1 വർഷത്തെ വിലക്ക്. പതിവിന് വിപരീതമായി മികച്ച സ്കൂളുകൾക്കുള്ള പുരസ്കാരത്തിനായി സ്പോർട്സ് സ്കൂളായ GV രാജയെ പരിഗണിച്ചതിലായിരുന്നു കായിക താരങ്ങളുടെയും അധ്യാപകരുടെയും പ്രതിഷേധം. നടപടിയിൽ മാറ്റമില്ലെന്നും കായിക മേഖല അച്ചടക്കത്തിൻ്റേത് കൂടിയെന്നും പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി 24നോട്. നടപടി സ്വീകരിച്ചത് മറ്റൊന്നിനുമല്ല, ആ മേളയുടെ സമാപന സമ്മേളനം അനുകൂലപ്പെടുത്തി. 14,000 കുട്ടികൾ പങ്കെടുത്ത മേളയിൽ ഈ 2 സ്കൂളിൽ മാത്രമാണ് ഇങ്ങനെ ഈ കുഴപ്പങ്ങൾ കാണിച്ചിട്ടുള്ളത്. ആ കലാപരിപാടി ചെന്ന് ഭിന്നശേഷി കുട്ടികളിൽ നിന്ന് സംഗീത ഉപകരണങ്ങളും അവർ കൊണ്ടുവന്ന എല്ലാം തട്ടിപ്പറിച്ചു. അവരെ തറയിൽ തള്ളിയിട്ടു, ചെറുത്ത അധ്യാപകരെ തള്ളിയിട്ടു. അങ്ങനെ ഒരു കലാപമാണ് അവിടെ സൃഷ്ടിച്ചത്. അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു നടപടി എടുക്കാതിരിക്കാൻ വേണ്ടി. അർഹതപ്പെട്ട അംഗീകാരം നിഷേധിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ വൈകാരിക പ്രതികരണമായിരുന്നു കുട്ടികളുടേതെന്ന മാർബേസിൽ സ്കൂൾ മാനേജർ ജോർജ് കൂർപ്പിള്ളി. ഹോസ്റ്റലിൽ താമസിച്ച് പ്രാക്ടീസ് ചെയ്യുന്നവരുന്നുണ്ട്. അവരുടെ ഭാവിയെ പരിഗണിച്ച് MLA-യുമായിട്ട് ആലോചിച്ച് സർക്കാരുമായിട്ട് സംസാരിച്ച് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. വിലക്ക് കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്നതെന്ന നാവാമുകുന്ദ പ്രിൻസിപ്പൽ ജിജോ ജോസ്. ഏറ്റവും ഉയരങ്ങളിലെത്തണം, ഏറ്റവും നല്ല ഒളിമ്പ്യനാകണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് എല്ലാ കുട്ടികളുടെയും മനസ്സിലുള്ളത്. അപ്പോൾ ഈ മോഹങ്ങൾക്ക് ശരിക്കും എന്താ പറയുക, ഒരു പ്രതിരോധം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു വിലക്ക് വന്നിട്ടുള്ളതെന്നാണ് മനസ്സിലാകുന്നത്. ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ കരുണയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സർക്കാരിൽ നിന്ന് അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് സ്കൂളുകളുടെ തീരുമാനം. തിരുവനന്തപുരം, മലപ്പുറം, തൊടുപുഴ ബ്യൂറോകൾക്കൊപ്പം സ്പോർട്സ് ഡെസ്ക് 24. അല്ല, അതൊക്കെ എന്തെങ്കിലും അനോമലീസ് ഉണ്ടെങ്കിൽ ആ അനോമലീസ് ഒക്കെ പരിഹരിക്കാൻ ജനങ്ങൾ വീണ്ടും ഞങ്ങൾ പോകും. തർക്കമൊന്നും വേണ്ട. ഓക്കെ, അൻവറിന്റെ പരിപാടിയാണ്. ഞങ്ങൾക്ക് അതിൽ ആർക്കും ഒരു ബന്ധവും ഇല്ല. ഇല്ല 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 പാർട്ടി പങ്കെടുക്കില്ല. ഇല്ല ഇല്ല ഇല്ല. ഒന്ന് പോയിക്കോട്ടെ പ്ലീസ്. KPCC അധ്യക്ഷൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ പെരിയ കേസിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണമുണ്ടായി. PV അൻവർ നടത്തുന്ന പരിപാടിയിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കില്ല എന്നുകൂടി അദ്ദേഹം സൂചിപ്പിക്കുകയായിരുന്നു. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. രമേശ് ചെന്നിത്തല NSSന്റെ പ്രിയപുത്രൻ എന്ന G സുകുമാരൻ നായരുടെ പ്രതികരണത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച SNDP ഹോം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. പറഞ്ഞത് കടന്നുപോയി എന്നാണ് വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. അതിനിടെ NSS നേതൃത്വത്തോടുള്ള കൂറും വിധേയത്വവും രമേശ് ചെന്നിത്തല ഇന്നും ആവർത്തിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻ ജയത്തിൻ്റെ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള മത്സരം തുടങ്ങിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതൃസ്ഥാനം നഷ്ടപ്പെട്ടെങ്കിലും താനും മത്സരരംഗത്തുണ്ടെന്ന് പ്രഖ്യാപിച്ച രമേശ് ചെന്നിത്തല സ്വയം രംഗത്ത് വന്നപ്പോൾ അരയും തലയും മുറക്കി VD സതീശനും കളത്തിലിറങ്ങി. സാമുദായിക നേതാക്കളെ പിന്തുണുറപ്പിച്ച് പരമ്പരാഗത മാർഗത്തിലൂടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കാനാണ് ചെന്നിത്തലയുടെ ശ്രമം. അതിനിടെയാണ് അകമഴിഞ്ഞ പിന്തുണ നൽകിയിരുന്ന വെള്ളാപ്പള്ളി അനിഷ്ടം പ്രകടിപ്പിക്കുന്നത്. NSSന്റെ പുത്രനാണെന്നല്ലേ പറഞ്ഞത്? അത് കടന്നുപോയെന്ന് എനിക്ക് തോന്നിപ്പോയി. NSSന്റെ പുത്രനായി കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയത്തിൽ കയറിയാൽ അങ്ങനെ NSSന്റെ പുത്രനായിട്ടല്ലേ പ്രവർത്തിക്കുള്ളൂ. അച്ഛന് വേണ്ടിയല്ലേ മകൻ പ്രവർത്തിക്കുന്നു. എന്നാൽ NSSനെ തള്ളിപ്പറയാനോ അകറ്റി നിർത്താനോ ചെന്നിത്തല തയ്യാറല്ല. ഞാൻ പരിപാടി പങ്കെടുത്തത് മന്നം ജയന്തിയുമായി ബന്ധപ്പെട്ട പരിപാടിയല്ല. ഞാൻ അതിനെപ്പറ്റിയാണ് അഭിപ്രായം പറഞ്ഞത്.
ഭരണം പിടിക്കാൻ രാഷ്ട്രീയാന്തരീക്ഷം പാകപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് പകരം കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനം പിടിക്കാൻ പോരടിക്കുന്നതിൽ ഘടകകക്ഷികൾക്ക് അതൃപ്തിയുണ്ട്. 24 തിരുവനന്തപുരം. VP അനിൽ CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറിയാകും. നിലവിൽ സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റാണ്. ജില്ലാ കമ്മിറ്റിയിൽ 11 പുതുമുഖങ്ങളെത്തി. നേരത്തെ അച്ചടക്ക നടപടി നേരിട്ട TM സിദ്ദിഖും ജില്ലാ കമ്മിറ്റിയിൽ തിരിച്ചെത്തി. തീരുമാനങ്ങളെല്ലാം ഏകകണ്ഠമായി എടുത്തുവെന്നാണ് ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് അറിയിച്ചത്. അദ്ദേഹം തന്നെയാണ് പുതിയ സെക്രട്ടറിയായി VP അനിലിൻ്റെ പേര് നിർദ്ദേശിച്ചത്. അത് പിന്നീട് സമ്മേളന പ്രതിനിധികൾ അംഗീകരിക്കുകയായിരുന്നു. വന നിയമ ഭേദഗതിയിൽ PV അൻവർ MLA പ്രതിഷേധ യാത്രയ്ക്ക് UDF പിന്തുണയില്ല, സഹകരിക്കില്ലെന്ന് വയനാട് DCC അധ്യക്ഷൻ ND അപ്പച്ചൻ വ്യക്തമാക്കിയതിന് പിന്നാലെ മുസ്ലിം ലീഗ് നേതാക്കളും പിന്മാറി. UDF പ്രവേശനത്തിൽ PV അൻവറുമായി ചർച്ച നടത്തിയിട്ടില്ല എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും വ്യക്തമാക്കി. PV അൻവർ കോൺഗ്രസിലേക്ക് ചേക്കേറുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് വനനിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധയാത്രയും നടക്കുന്നത്. ഇതിൽ ക്ഷണിക്കപ്പെട്ടത് കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കൾ. വയനാട് പനമരത്ത് ജനകീയ യാത്ര ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ. അപ്പച്ചന്റെ ചിത്രം സഹിതം പോസ്റ്ററും PV അൻവറിന്റെ ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത് വിവാദമായതോടെ ND അപ്പച്ചൻ തന്നെ രംഗത്ത് വന്നു. അനുവാദമില്ലാതെയാണ് പോസ്റ്റർ അടിച്ചതെന്ന് തുറന്നടിച്ചു. അൻവർ എന്നെ വിളിച്ചു, MLA, നാളെ നിങ്ങളൊന്ന് വനമരത്ത് വന്ന് ഉദ്ഘാടനം ചെയ്തു തരണം, KPC പ്രസിഡന്റ് പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചു. ഞാൻ ഈ പറഞ്ഞ പോലെ നേതാക്കന്മാരൊക്കെ ഞാൻ വിളിച്ചു, ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, പരിപാടിയിൽ അങ്ങനെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നമ്മളതിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റില്ല, കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയമായ തീരുമാനം എടുത്തതിന് ശേഷം നമുക്ക് അദ്ദേഹവുമായിട്ട് സഹകരിച്ച് പോകാൻ പറ്റുള്ളൂ. വയനാട്ടിൽ മുസ്ലിം ലീഗ് നേതാക്കളും യാത്രയുമായി സഹകരിക്കില്ല. മലപ്പുറം ജില്ലയിലും മുസ്ലിം ലീഗ് കോൺഗ്രസ് നേതാക്കളെ PV അൻവർ ക്ഷണിച്ചിരുന്നു. അതിനിടെ UDF പ്രവേശനത്തിൽ PV അൻവറുമായി ചർച്ച നടത്തിയിട്ടില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും വ്യക്തമാക്കി. ചർച്ച വന്നാൽ കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഈ കാര്യങ്ങളിലൊക്കെ തന്നെ പാർട്ടി ഒരു പൊതുവായ തീരുമാനമെടുക്കണം. അത്തരം തീരുമാനത്തിലേക്ക് പാർട്ടി പോകാൻ പാർട്ടിയുടെ മുമ്പിലേക്ക് അങ്ങനെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യം വന്നിട്ടതായി തോന്നുന്നില്ല. അങ്ങനെ വന്നാൽ പാർട്ടി എല്ലാവരും കൂടി ആലോചിച്ച് ചർച്ച ചെയ്തിട്ട് തീരുമാനമെടുക്കും. അതാണ് അതിൻ്റെ പതിവ്. മാനന്തവാടി മുതൽ വഴിക്കടവ് വരെയാണ് PV അൻവറിന്റെ ജനകീയ യാത്ര. 24 വയനാട്. വാർത്താമഴയിൽ ഒരിടവേള കൂടി. ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ മാധ്യമങ്ങളെ കാണുകയാണ്. അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കാം. ന്യായീകരിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കായംകുളത്ത് MLA U പ്രതിഭയുടെ മകൻ ഒരു 16, 17, 18 വയസ്സാണ്. അയാൾ പോളിടെക്നിക്കിന് പഠിക്കുക. അയാൾ അവിടെ നിന്ന് അവധിക്ക് വന്നതാണ്. കൂട്ടുകാരുമായി കൂടി അതിനടുത്തുള്ള വീടിനടുത്തുള്ള ഒരു കലുങ്കിൻ്റെ അവിടെ പോയിരുന്നു. വലിച്ചെന്നും വലിച്ചില്ലെന്നും പറയുന്നു. ബീഡി വലിച്ചല്ല, സിഗരറ്റ് വലിച്ചില്ലെന്ന് പറയുന്നു. എന്തും ആയിക്കോട്ടെ, ഞാൻ കണ്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ കാര്യത്തിൽ എടുക്കേണ്ട നിലപാട് എന്താണെന്നുള്ളതാണ് ഞാൻ വിശദീകരിച്ചത്. കൊച്ചുകുട്ടികളായപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ വിളിച്ച് ഉപദേശിക്കാം. ആരെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടാണല്ലോ മറ്റൊരു സ്ഥലത്തു നിന്ന് എക്സൈസുകാരവിടെ വരുന്നത്. അല്ലാതെ എക്സൈസുകാർ ഇവരെ മുൻകാലത്ത് എന്തെങ്കിലും ക്രിമിനൽ കേസ് പ്രതികളൊന്നും അല്ലല്ലോ ഇവരുടെ പുറകെ നടക്കാൻ. അല്ലെങ്കിൽ മദ്യമോ മയക്കുമരുന്നോ വിറ്റ കേസിലൊന്നും പ്രതികളല്ലല്ലോ. അപ്പോൾ പ്രതിഭാഗതിയോട് വിരോധമുള്ള ആരോ വിളിച്ചു പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരവിടെ വന്നു, കുട്ടികളെ കസ്റ്റഡി എടുത്ത് കേസെടുത്തു, FIR ഇട്ടു. ഞാൻ പറഞ്ഞ പോയിന്റ്, കേസെടുക്കുന്നതിന് മുമ്പ് കുട്ടികളാണ്, അവരെ ഉപദേശിക്കണം. ഈ സ്മോക്കിംഗ് എന്ന് പറയുന്നത് അങ്ങേയറ്റം ഇൻജൂരിയസ് ആയിട്ട് കാര്യമാണ്, നമുക്കെല്ലാം അറിയാം. അത് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ വലിക്കുമായിരുന്നു, MD വലിക്കുമായിരുന്നു. പറഞ്ഞ കാര്യം പറഞ്ഞ പോലെ പറയണമല്ലോ. കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരും സ്മോക്ക് ചെയ്യുമായിരുന്നു, വസ്തുതയാണ്. കാലം കഴിഞ്ഞപ്പോൾ പല സാഹചര്യങ്ങൾ മാറി വന്നപ്പോൾ പലരും ആരോഗ്യ പ്രശ്നമോ മറ്റു കാര്യത്തിലോ അല്ലെങ്കിൽ തീരുമാനങ്ങളുടെ ഭാഗമായിട്ട് അവർ നിർത്തി.
അതുകൊണ്ട് കേരളത്തിൽ ആരും മരിക്കാതിരിക്കുന്നുണ്ടോ? ഇന്നും അതിനെതിരെയുള്ള ക്യാമ്പയിൻ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മദ്യം, അത് മയക്കുമരുന്ന്, ഇതിനൊക്കെ എതിരായിട്ടുള്ള ശക്തമായ ക്യാമ്പയിൻ ഗവൺമെന്റ് നടത്തുകയാണ്. എങ്കിലും ധാരാളം കേസുകൾ ഇപ്പോഴും പിടിക്കുന്നുണ്ട്, ധാരാളം ക്യാമ്പയിൻ നമ്മൾ നടത്തുന്നുണ്ട്, ഒരുപാട് ആളുകൾ അതിൽ നിന്ന് വിമുക്തരാകുന്നുണ്ട്, പുതിയതായിട്ട് ഒരുപാട് ആളുകൾ അതിൽ പങ്കാളികളാകുന്നുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ അത് നിർത്തണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ഉള്ളത് നിർത്തണം, അതിന് യാതൊരു പ്രോത്സാഹനം കൊടുക്കാൻ പാടില്ല. പക്ഷേ ചെയ്യേണ്ട രീതി ഇതായിരുന്നു. അവരെ ഉപദേശിക്കുകയും തെറ്റുതിരുത്താണ് അവസരം കൊടുക്കുകയും ചെയ്യേണ്ട രീതിയിൽ പോകാതെ കേസെടുത്തു. കേസ് എടുക്കുമ്പോൾ ഒരു ഭാഗത്ത് കേസെടുത്തു, ആയിക്കോട്ടെ. കേസെടുത്തു കഴിഞ്ഞാൽ ഒരു MLA എന്ന് പറഞ്ഞാൽ വളരെ സക്രിയമായി നിൽക്കുന്ന ഒരു MLA, കായംകുളത്ത് ഇത്രയും 2 തവണ ഒരു മത്സരിച്ച് മഹാഭൂരിപക്ഷം ജയിച്ചു. അവരെ ടാർഗറ്റ് ചെയ്യുക. നിങ്ങളുടെ ചില മാധ്യമം, എല്ലാവരും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, എത്ര ആക്ഷേപഹാസ്യമായിട്ടാണ് ഈ നവമാധ്യമങ്ങളും നിങ്ങൾ ചില മാധ്യമങ്ങളും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വേട്ടയാടുന്നത്. പ്രതിഭ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവർ മാനസികമായി വളരെ തകർച്ചയിലാണ്. കാരണം അവരുടെ ഭർത്താവ് ഈ അടുത്ത കാലത്ത് മരിച്ചു. മെന്റലി വളരെ ഷോക്ക്ഡാണ്, ഫ്രസ്ട്രേറ്റഡ് ആണ്. അവരുടെ മകൻ ഇങ്ങനെ സംഭവിച്ചു എന്നറിഞ്ഞാൽ അവർ കടുങ്കൈ ചെയ്തില്ല, സ്വാഭാവികമല്ലേ. അവര് മീഡിയയിൽ വന്ന് അവർ നവമാധ്യമത്തിൽ പറഞ്ഞു. ഇന്ന് രാവിലെ മുതൽ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്ന ആ വിവാദ പ്രസ്താവനയിൽ മന്ത്രി സജി ചെറിയാൻ വിശദീകരണം നൽകാൻ ശ്രമിക്കുകയാണ്. അക്കാര്യത്തിൽ അദ്ദേഹം നേരത്തെ പറഞ്ഞത് എന്താണോ അതിൽ ചില വിശദീകരണം നൽകുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞ സാഹചര്യം എന്തായിരുന്നുവെന്നും അതിൻ്റെ വിവരങ്ങൾ എന്തായിരുന്നുവെന്നും നമ്മൾ നേരത്തെ കേട്ടതാണ്. ശബരിമലയിൽ വരുമാനവും തീർത്ഥാടകരുടെ എണ്ണവും കുത്തനെ കൂടി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 82 കോടിയാണ് അധിക വരുമാനമായി ലഭിച്ചത്. വാരാന്ത്യമായതിനാൽ വൻ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ശബരിമലയിൽ മണ്ഡലകാലത്ത് 13 കോടിയുടെ അധിക വരുമാനം ലഭിച്ചു. കാണിക്കയിൽ നിന്ന് മാത്രമായാണ് അത്രയും തുക ലഭിച്ചത് എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ നോക്കാം. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ശാന്തിഗിരി ഫെസ്റ്റിൽ ഇനി മുതൽ അങ്ങാടിപ്പുരയുടെ തിളക്കവും. ആയുർവേദ മരുന്നുകളുടെ വിശാല കളക്ഷൻ ഒരുക്കിയാണ് അങ്ങാടിപ്പുര പ്രവർത്തിക്കുന്നത്. ശാന്തിഗിരിയിൽ തുടരുന്ന ഫ്ലവർ ഷോയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തിരക്കായിരുന്നു. കുറുന്തോട്ടി, മൂപ്പിലവേര്, ഒരിലവേര്, രാമച്ചം തുടങ്ങി കണ്ടിട്ടുള്ളതും കാണാത്തതുമായ ആയുർവേദ ഇനങ്ങളുടെ വിശാലമായ ശേഖരമാണ് ശാന്തിഗിരിയിൽ അങ്ങാടിപ്പുരയിൽ ഒരുക്കിയിരിക്കുന്നത്. ആയുർവേദ മരുന്നുകളുടെ കളക്ഷനുമുണ്ട്. നാട്ടറിവുകളിലൂടെയും വായിച്ചറിഞ്ഞതുമായ നിരവധി ഔഷധമൂല്യങ്ങളുള്ള ഇലകളും കായ്കളും തണ്ടും വേരും ഇവിടെ കാണാൻ കഴിയും. പൊതുജനങ്ങൾക്കും ഈ ഗുണനിലവാരം മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ വിശാലമായ ഒരു അങ്ങാടി സ്റ്റോർ നമ്മളിവിടെ പ്രവർത്തിപ്പിക്കുന്നത്. ശാന്തിഗിരിക്ക് സ്ഥിരമായിട്ടുള്ള ഒരു അങ്ങാടി സ്റ്റോറുണ്ട്. അത് വളരെ വിപുലീകരിച്ചുകൊണ്ട് ധാരാളം ജനങ്ങൾ ഇവിടെ വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. DK മുരളി MLA ആണ് അങ്ങാടിപ്പുര ഉദ്ഘാടനം ചെയ്തത്. ഫെസ്റ്റ് സമാപിക്കുന്നതുവരെ അങ്ങാടിപ്പുര പ്രവർത്തിക്കും. അങ്ങാടി മരുന്നുകളുടെ ഒരു ശേഖരമാണ്. അതിൻ്റെ ഉദ്ഘാടനമാണ് നടന്നു കഴിഞ്ഞിരിക്കുന്നത്. ഓരോ അങ്ങാടി മരുന്നിനും ഓരോ ധർമ്മമുണ്ട്. ആ നിലയിൽ തന്നെ കാര്യങ്ങൾ ഇവിടെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അഭിനന്ദനീയമായ ഒരു കാര്യമാണ്. കളിയും കാഴ്ചയും കൗതുകവുമായി ശാന്തിഗിരി ഫെസ്റ്റ് വൻ വിജയമായി മാറുകയാണ്. ദിവസേന ആയിരക്കണക്കിന് പേരാണ് തിരുവനന്തപുരം പോത്തൻകോട്ടെ ഫെസ്റ്റിലേക്ക് ഒഴുകിയെത്തുന്നത്. 24 തിരുവനന്തപുരം. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.